യസ്മിൻ, ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരുപാട് പേർ ഈ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയവും ആദർശവും അദ്ദേഹത്തിൻ്റെ സിനിമയും എന്തുമായിക്കോട്ടെ ആ സമരപന്തലിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിമം അറിവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരു 10,000 രൂപയിൽ കൂട്ടിത്തരണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സമര ഫണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ പരിപാടിയിൽ പോയി സമാഹരിച്ച് 50,000 രൂപ അദ്ദേഹം തരുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റിനില്ലാത്ത ഉള്ള ഒരു കരുണ 44-ാം നാളും ഈ സർക്കാരിന് തോന്നാത്തത് എന്താണ്? നിങ്ങളുടെ ആ സമരം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ എന്താണ്? മിനി, ഞങ്ങൾ ഫെബ്രുവരി 10-ാം തീയതി ഈ സമരവുമായി ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് ഈ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഓണറേറിയത്തിൻ്റെ വർധനവ്, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ അടിസ്ഥാന ഡിമാൻഡുകൾ നേടിക്കൊണ്ട് മാത്രമേ തിരിച്ചു പോകുകയുള്ളൂ. അത് എന്തെങ്കിലും ഒരു പിടിവാശിയുടെ മുദ്രാവാക്യമല്ല, മറിച്ച് 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അത്തരത്തിലൊരു മുദ്രാവാക്യം രൂപപ്പെട്ടതിന്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങളിപ്പോൾ 44-ാമത്തെ ദിവസം സമരമാണ്. 6-ാം ദിവസം അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിട്ടിരിക്കുന്നു. 6 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഒരു 2 നിരാഹാരക്കാർ ഇവിടെ നിന്ന് മാറി അടുത്ത ആളുകൾ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. സമരം മുന്നോട്ട് പോകും, യാതൊരു തർക്കവുമില്ല. ധാരാളം ആശാ വർക്കർമാർ വിവിധ ജില്ലകളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞും സമരപന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ആഗ്രഹാഭിലാഷങ്ങളാണ് ഇവിടെ നടക്കുന്ന സമരമെന്ന് അവർ വന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല പല കാരണങ്ങളാൽ. ഒന്ന് സാമ്പത്തികം തന്നെയാണ്, വണ്ടിക്കൂലി പോലുമില്ല. സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് കഴിഞ്ഞ മാസത്തെ ചെയ്ത കാലത്തെ ഓണറേറിയം പോലും നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം പ്രതിസന്ധികൾ ഈ സമരക്കാലത്തിനിടയിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറത്താണ് അവരുടെ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ടാണ് ആശാ വർക്കർമാർ ഇവിടെ വരുന്നത്. CI2 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർ വരുന്നത്. അത് ധാരാളം ഉപരോധങ്ങളെ, നമുക്ക് കേട്ടുകേഴ്വില്ലാത്തവണ്ണമുള്ള ഉപരോധങ്ങളെ മറികടന്ന് അവർ വളരെ രഹസ്യമായി വരുന്നു എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. അത്ര ഒരു ഗതികെട്ടൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളവിടെ കാണുകയാണ് മനുഷ്യരുടെ നന്മ വറ്റിയിട്ടില്ല. നമ്മൾ ഈ ഒരുപാട് പ്രതിസന്ധിയെക്കുറിച്ച് പറയുമ്പോഴും നന്മയുള്ള മനുഷ്യർ ഈ കാലത്തുണ്ട്, ധാരാളമുണ്ട്. അവരുടെ എണ്ണം കൂടുതലാണോ എന്ന് പോലും തോന്നിപ്പോകും. അവരൊരു ന്യൂനപക്ഷമല്ല, അവരൊരു ഭൂരിപക്ഷമാണെന്ന് തോന്നിപ്പോകുന്നതുകൊണ്ടുള്ളൊരു പിന്തുണ ഞങ്ങൾ ഈ ആദ്യത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ കാണുന്നുണ്ട്. ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കാത്ത സന്തോഷ് പണ്ഡിറ്റിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് എത്ര വളരെ ഹൃദയത്തിൽ തട്ടിയാണെന്ന് അദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം ഒരു സംഭാവനയും തന്നു. അത് നിസ്സാരപ്പെട്ടൊരു തുകയല്ല. അദ്ദേഹം പറഞ്ഞു, വരാൻ വൈകിയത് ഞാൻ വെറുതെ വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കാര്യമായില്ല, മറിച്ച് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഈ സമരത്തിന് ധാരാളം സാമ്പത്തിക ബാധ്യത വരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു 50,000 രൂപ അദ്ദേഹം സമാഹരിച്ച് വന്നത്. അതിനുവേണ്ടി അദ്ദേഹം ചില പരിപാടികൾ നടത്തിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അത് വല്ലാതെ അത് ഉലച്ചു കളഞ്ഞൊരു സംഭവമാണ്. എന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾ, നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ആളുകൾ അവർ വരുന്നില്ല, കാണുന്നില്ല എന്ന് പറയുന്നത് പോകും മുമ്പ് നേരത്തെ പറഞ്ഞ ഈ പ്രതിരോധങ്ങളുടെ തുടർച്ചയിൽ ഒരു ശബ്ദ സന്ദേശം ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് പ്ലേ ആവും. അതെ, നമ്മുടെ എല്ലാ പഞ്ചായത്തിൻ്റെയും എനിക്കൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് കണ്ണാടി ആരെയും പോകുന്നുണ്ട് പറയേണ്ടത്. ഇപ്പം എന്താണ്, കണ്ണാടി പഞ്ചായത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആരെങ്കിലും പോയി എന്നറിഞ്ഞാൽ, ഒരാശ പോലും ഇവിടുന്ന് പോയി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിതിൻ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ആ പോയ പോലെ ഉണ്ടാവുള്ളൂ, പിന്നെ ആ ആശയിൽ തുടരില്ല എന്നാണ്. എന്തായാലും ഉറപ്പന്നെ, എന്ത് തന്നെയാണെങ്കിലും ശരി, ആരെങ്കിലും അങ്ങനെ പോകണ ഉദ്ദേശമുണ്ടെങ്കിൽ അവർ പേരും ഫോൺ നമ്പറും തരിക. ഇപ്പം തന്നെ LC മെമ്പർമാരിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് അവരിന് എന്തായാലും ഏരിയ സെക്രട്ടറി നിതിനെ അറിയിക്കാൻ പറ്റുന്നുണ്ട്. ആ മന്ത്രിതലത്തിൽ തന്നെ ഞങ്ങളത് ഒഴിവാക്കുന്നതാണ്. ആരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ തയ്യാറായി എന്നുള്ളത് ഒരു കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതാരാ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കൊടുത്തോളി, നിങ്ങൾ തുടരില്ല എന്നുള്ളത്. അത് BJPൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു രാഷ്ട്രീയ കളിയാണ്. ആ കളിയിൽ നിങ്ങൾ ആരെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ പോലെ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെ തിരിച്ച് ആശയിൽ ഉണ്ടാകില്ല. ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. ശ്രീമതി മിനി, ഈ ശബ്ദം നിങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇത് രമണി എന്ന് പറയുന്ന അവിടുത്തെ CIT നേതാവിൻ്റെ ശബ്ദം തന്നെയാണോ? തീർച്ചയായിട്ടും ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദ സന്ദേശമല്ല. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ മാർച്ചിലും സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലും അതിനുശേഷവും ഞങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത്തരം പല സ്ഥലങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ വരുന്നു. ഇത് കാൽച്ചങ്ങലകൾ ഇപ്പോഴും തൊഴിലാളികളുടെ കാലിൽ ഇപ്പോഴും ചങ്ങല ഇടുന്നു എന്നൊരു സൂചന തന്നെയാണ്. അതിൻ്റെ കൃത്യമായ ലക്ഷണം തന്നെയാണ്. ഇതൊന്നും ഇവിടെ നടപ്പില്ല. ഇത് ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ദശാബ്ദങ്ങളും ഒക്കെ കഴിയാണ്. പക്ഷേ ഇവരിപ്പോഴും മൂഢസ്വർഗത്തിലിരിക്കുകയാണ്. പക്ഷേ കുറച്ച് ആളുകൾ